നാളത്തെ പരീക്ഷയ്ക്കുള്ള തിരക്ക് പിടിച്ച തയ്യാറെടുപ്പിലാണ് നിങ്ങൾ എല്ലാവരും എന്നെനിക്കറിയാം. നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ മാറ്റിമറിച്ചിട്ട് തകിടം മറച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയി, നിങ്ങളൊന്ന് ചിരിച്ചേ ആദ്യം, എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ ബാക്കി കാണും. ഒരു ചെറിയ കാര്യം, എന്നാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. നാളത്തെ പരീക്ഷയ്ക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത് എന്ന് നമുക്കറിയാം. യൂണിറ്റ് 3ലെയും യൂണിറ്റ് 4ലെയും 6 ചാപ്റ്റേഴ്സ്. എന്നാൽ അതിൽ ഈ ചാപ്റ്റേഴ്സൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളോട് പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ അതിനൊരൊറ്റ കാര്യമുള്ളൂ, ഏറ്റവും പ്രധാനപ്പെട്ട 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യം പഠിച്ചിട്ടുണ്ടാവണം. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മേഡ്, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ദ നെവർ നെവർ നെസ്റ്റ്. ഈ 4 ചാപ്റ്റേഴ്സിന് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഈ 4 ചാപ്റ്റേഴ്സിൻ്റെയും നറേഷൻ, കൃത്യമായ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നറേഷൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ തന്നെ നാളത്തെ പരീക്ഷയിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇതിലൊരു ചാപ്റ്റർ പോലും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യരുത്. ഇതിലൊരു ചാപ്റ്ററിനെയും നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം ഒരു 2 വർഷം മുമ്പ് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മേഡ് എന്നും സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്നുമാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ഒരു ക്രിസ്മസ് പരീക്ഷയോടുകൂടെ ആ പാറ്റേൺ ഒക്കെ തെറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് 7 മാർക്കിൻ്റെ വലിയ ചോദ്യങ്ങൾ ചോദിച്ചത് നെവർ നെവർ നെസ്റ്റ് എന്നും ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നാണ്. അപ്പോൾ ഈ നെവർ നെവർ നെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററായിട്ട് കഴിഞ്ഞ ക്രിസ്മസ് എക്സാം മുതൽ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതൊരു നോൺ ഫാക്റ്റാണ്. നിങ്ങൾ അതിനെ എന്ത് ചെയ്യരുത്, കണ്ടില്ല എന്നടിക്കരുത്. സോ ഈ പറയുന്ന 4 ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് പഠിക്കണം. ബേസിക് കാര്യങ്ങളൊക്കെ വായിച്ച് വെക്കണം. കാരണം ഉറപ്പായിട്ടും പരീക്ഷ ബുദ്ധിമുട്ടാവും. പരീക്ഷയുടെ സ്ട്രക്ചർ തകിടം മറിക്കാൻ വേണ്ടി, പാറ്റേൺ വളരെ മനഃപൂർവ്വം മാറ്റാൻ വേണ്ടി ചോദ്യകർത്താക്കൾ ശ്രമിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. കാരണം അപ്പോഴേ ക്വാളിറ്റിയുള്ള കുട്ടികൾക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ക്വാളിറ്റി ഉള്ള കുട്ടികളെയും ഇല്ലാത്ത കുട്ടികളെയും കൃത്യമായി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ലാസ്റ്റ് ഡേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അവസാനത്തെ മണിക്കൂറുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഈ ബേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇതിൻ്റെ നറേഷൻ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തന്ന, അസ്ത്ര ബാച്ച് തന്ന, അല്ലെങ്കിൽ ഞാൻ തന്ന നോട്ട്സ് നിങ്ങൾക്ക് വായിക്കാം. അത് കഴിഞ്ഞിട്ട് 7 മണിക്ക്, ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്കാണ് നമ്മുടെ മെഗാ മാരത്തൺ പബ്ലിക് ലൈവ് 100% ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ലൈവ്. ആ ലൈവ് നിങ്ങൾക്ക് അത്രമേൽ ക്രൂഷ്യലാണ്. കാരണം കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയുടെ പാറ്റേൺ വെച്ച് കുറച്ച് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ആ ചോദ്യങ്ങൾ, ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. സോ ഇന്ന് വൈകുന്നേരം 7 മണിയുടെ ലൈവിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് അവിടെ കാണാം, ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തെ അരമണിക്കൂർ നിങ്ങളിവിടെ വന്ന് നിൽക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര ഡിഫറൻ്റ് ആയിട്ടാണ് ഇത്തവണ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. സോ ഐ വിൽ സീ യു ടുഡേ ഷാർപ്പ് അറ്റ് 7 PM. താങ്ക് യു.